അപ്പം നമ്മൾ ഇതുവരെ മേടിക്കാത്തൊരു സംഭവമായിട്ട് മേടിച്ചിട്ടുള്ളത് വേറെ ഒന്നല്ല ഞണ്ടാണ്. കുട്ടികൾ ഈ വീഡിയോയിലോ കണ്ടിട്ടേ ഞണ്ട് വേണമെന്ന് കുറേ ആയി വാശിട്ട് ഞാൻ ഇല്ലാത്ത ടൈമിൽ പോയി വാപ്പാൻ്റെ ഒപ്പം പോയി വാങ്ങിയതാട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു വലിയ സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സവാള കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തക്കാളിയും കട്ട് ചെയ്യാം. അതിൻ്റെ ചെറിയ 2 തക്കാളി എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ 1 എടുത്താലും മതി. അപ്പോൾ ഈ വക സാധന സാമഗ്രികളൊക്കെ അതിലേക്ക് എടുത്തിട്ടുള്ള കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ അതിലേക്ക് മെയിൻ സംഭവമായ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായി വഴറ്റി മൂപ്പിച്ച ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ല മൂക്കാൻ നിൽക്കേണ്ട, ഒന്നാണ് വയന്ന് വരുന്നവരെയാണ് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ ഒന്നും കൂടി പെട്ടെന്നാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ല പഴുത്ത് എടുക്കാൻ നോക്കണം. ഞാനെടുത്ത് കുറച്ച് പഴുപ്പ് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ മുൻപ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാത്തവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തക്കാളി വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി കാശ്മീരി ചില്ലി തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണേ. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, റോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് അതിൻ്റെ പച്ച സ്മെല്ല് പോണ വരെ നന്നായിട്ടാണ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഈ ഞണ്ട് മസാലയെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി കുണ്ടുള്ള പാത്രം എടുക്കാൻ നോക്കുക, കാരണം മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ നാരങ്ങയാണെങ്കിൽ ഒരു മുറിയൊക്കെ പിഴിഞ്ഞ് കൊടുത്താൽ മതി. അടുത്ത ഇതിലേക്ക് വേണ്ടത് ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം ഞാനൊരു ചെറിയ കപ്പിന് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ ഒന്നും കൂട്ടി കൊടുക്കട്ടെ. നമ്മൾ ഇതുവരെ കുറച്ച് വെച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ കൂട്ടി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വെക്കുക. ഇതിന് പാകത്തൊരു അടപ്പില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അടച്ചിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ കറണ്ട് അടുപ്പിൽ വലിയ പാത്രം വെച്ചുകൊണ്ട് തന്നെ തിളച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. അപ്പം നമ്മൾ ആ പാത്രത്തിൽ നേരെ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കൽ തുടക്കി ഓരോ നിമിഷവും ഞാൻ മക്കളോട് പറയുന്നുണ്ട് കേട്ടോ, ഇത് ഉണ്ടാക്കുന്ന ഉഷാറ് കഴിക്കാൻ കൂടി കാണിക്കണമെന്ന്. ഞാൻ എന്തായാലും ഇത് കഴിക്കുന്ന കൂട്ടത്തിലല്ല. ഇതിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഏത് കഴിക്കാത്തവർക്കൊന്ന് കഴിക്കാനൊക്കെ തോന്നും, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയും കുക്കിംഗ് വീഡിയോ വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.